നമസ്കാരം, ഞാൻ ഡോക്ടർ ലക്ഷ്മി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർബാരിക് ഓക്സിജൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയിൽ നമ്മൾ 100% ഓക്സിജൻ ആണ് ഒരു പ്രഷറൈസ്ഡ് ചേംബറിൽ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുമൂലം ഓരോ ശരീരഭാഗങ്ങളിലേക്കും എത്തുന്ന ഓക്സിജന്റെ അളവ് വളരെയധികം കൂടുകയും ഇത് പുതിയ പുതിയ രക്തക്കൊള്ളുകൾ ആ ഏരിയയിൽ ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് പോസ്റ്റ് സ്ട്രോക്ക് റീകവറി അഥവാ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസിലെല്ലാം ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്ട്രോക്ക് പേഷ്യൻസിൽ പോസ്റ്റ് സ്ട്രോക്ക് ന്യൂറോളജിക്കൽ ഡാമേജ് വളരെ കൂടുതലാണ്. നെർവ് റീജനറേഷൻ ആണ് പോസ്റ്റ് സ്ട്രോക്ക് മാനേജ്മെന്റിൽ HPOTയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ. ഡാമേജ്ഡ് ആയിട്ടുള്ള നെർവ്സിന്റെ റീജനറേഷൻ ഫാസ്റ്റ് ആക്കുന്നു, നെർവ് എഡീമ കുറയ്ക്കുന്നു, ന്യൂറോജെനസിസ് അഥവാ പുതിയ നെർവുകളുടെ ഉൽപാദനം കൂടുന്നു, ആൻജിയോജെനസിസ് അഥവാ പുതിയ ബ്ലഡ് വെസൽസിന്റെ ഫോർമേഷനും ഇതിൽ കൂടുതലായി നടക്കുന്നു. അങ്ങനെ പുതുതായി ബ്ലഡ് വെസൽസ് ഉണ്ടാവുകയും ഓക്സിജനേഷൻ ബ്രെയിൻ ടിഷ്യൂവിലോട്ട് കൂടുതലായി ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് കൂടാതെ തന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു പ്രക്രിയ കൂടി ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ടിഷ്യൂവിൻ്റെ ഫങ്ഷൻസ് നോർമൽ ഹെൽത്ത് ടിഷ്യൂ കൂടുതലായി ചെയ്യുകയും അങ്ങനെ ബ്രെയിൻ ഫങ്ഷൻ നോർമൽ ആകുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും റോയൽ വൂണ്ട് കെയർ ആൻഡ് ഹൈപ്പർബാരിക് ഓക്സിജൻ ക്ലിനിക്കുമായി ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.